ആ കല്ലെടുത്തൊന്ന് എറിഞ്ഞു നോക്കി. ഞാനിപ്പോഴും തറപ്പിച്ചു പറയുന്നു, PJ ജോസഫിനെ ഗവർണറാക്കാൻ വേണ്ടിയിട്ട് BJPയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും തമ്മിൽ ധാരണയുണ്ട്. ഈ ഒരു കാര്യം കൃത്യമായി ബോധ്യമുള്ള ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ. അതോടൊപ്പം തന്നെ മുതിർന്ന പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PJ ജോസഫിനെ വിശ്വസിക്കാതെ മോൻസ് ജോസഫൊക്കെ ഇന്നലെ വന്നിട്ട് എന്താ പറഞ്ഞത്, ഇത്രയും ഒരു തകർപ്പൻ വിജയം നേടിയ UDF എന്തിനാണ് തോറ്റു തുന്നം പാടി നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ പുറകെ പോകുന്നത്? കേരള കോൺഗ്രസ് എം തോറ്റു തുന്നം പാടിയിട്ടില്ല. കേരള കോൺഗ്രസ് എം CPMന്റെ പല വോട്ടുകളും അവർക്ക് കിട്ടാതെ വന്നപ്പോഴും CPMന് ഇത്രയും വലിയ ശക്തമായ തിരിച്ചടി ഏറ്റിട്ടും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് തന്നെ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 2 പഞ്ചായത്തോളം ഇപ്പോൾ കേരള കോൺഗ്രസ് എം തനിച്ചാണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പൂർണ്ണമായിട്ടും വോട്ട് ബാങ്കുള്ള ഒരു കേരള കോൺഗ്രസിനാണ് UDFന് ആവശ്യമുള്ളത്. അതുകൊണ്ട് UDFന്റെ വോട്ട് കൊണ്ട്, കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട്, മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ട് വിജയിക്കുന്ന ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ UDFൽ വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?